ഹായ്, ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന സ്ഥലത്തെ ഒട്ടുമിക്ക ആൾക്കാരും ഇതിനെ കടച്ചക്ക എന്നാണ് പറയുന്നത്. എന്നാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലെ ആൾക്കാരും ഇതിനെന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. മറ്റുള്ള ജില്ലകളിലുള്ളവരും ഇതിനെന്താ പറയുന്നറിയില്ല. എന്തായാലും കടച്ചക്കയും ചക്കപ്പൂതലും രണ്ടും രണ്ട് തന്നെയാണ്. ആർക്കും മാറിപ്പോവണ്ട. ഇത് ചക്കപ്പൂതലല്ല, ഇതിന് കടച്ചക്ക എന്നാണ് നമ്മൾ പറയുന്നത്. ഞാനിതിന് തോരൻ വെച്ചിട്ടും കറി വെച്ചിട്ടുമാണ് കൂട്ടിയിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതിനെ എന്തൊക്കെ വെക്കുമെന്ന് അറിയില്ല. ആയാലും ഇത് മുറിച്ചിട്ട് നന്നായി കഴുകി അതിൽ പരിപ്പും ഇട്ട് തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ മുറിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് മസാലപ്പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്കൊരു അബദ്ധം പറ്റി ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ട്. തിളച്ച് സ്മെല്ലടിച്ചപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് അബദ്ധം പറ്റിയ കാര്യം. എന്തായാലും കുഴപ്പമില്ല, കളയണ്ടെന്ന് വെച്ച് ഞാൻ അടുത്ത പരിപാടി തേങ്ങ വറുക്കാൻ വേണ്ടി നോക്കി. സാധാ തേങ്ങ വറുക്കുന്നത് പോലെ തന്നെ അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് തേങ്ങ വറുത്തു. അവിടെയും പറ്റിയ ഒരബദ്ധം, തേങ്ങ ചെറുതായി ഒന്ന് മൂത്തുപോയി. അതോടുകൂടി ഉള്ള മൂടക്ക് പോയി. എന്തായാലും ഇത്രയൊക്കെ ആക്കിയിട്ട് കളയണ്ടല്ലോ എന്ന് കരുതി അത് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് വാളംപുളി ഒഴിച്ചിട്ടുണ്ട്. എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ശർക്കരയും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊളായി എന്ന് കരുതിയിട്ട് കൂടുതൽ ഡെക്കറേഷനൊന്നും ചെയ്തില്ല. പക്ഷേ എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ഗരം മസാല വെച്ച് ചെയ്തിട്ട് നന്നായിട്ടുണ്ട്. ട്രൈ ചെയ്യുക. ഇങ്ങനെയല്ലെങ്കിലും മറ്റേത് രീതിയിലായാലും ട്രൈ ചെയ്യുക.